ബിഗ് ബോസ് പറ്റി എങ്ങനെയുണ്ടായിരുന്നു? ഗൈസ് ഇപ്പം പ്രൊമോ വന്നു. 1 മണിക്കൂർ മുമ്പാണ് പ്രൊമോ വന്നത്. ഏഷ്യാനെറ്റിലും വന്ന, അല്ല ഇന്നലെ ടി വിയിലും കാണിച്ചായിരുന്നു. അപ്പം മോർണിംഗ് ഒരു 8:15 ജാഫ്രിക്ക ബിഗ് ബോസിനകത്ത് കയറും. അപ്പം നാളെ തന്നെ, അതായത് ഇനി മണിക്കൂറില്ല, 8 മണിക്കൂറും കൂടെ ഉള്ളൂ. ഇപ്പോൾ സമയം 1:15 ഞാൻ ഇച്ചിരി ലേറ്റായെന്നേ ഉള്ളൂ. ഇപ്പം രാവിലെ തന്നെ അദ്ദേഹത്തിനെ കാണാം. ഓക്കെ. അപ്പം ജാഫ്രിക്ക വന്നു. പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ വന്ന് മോളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മോട് ഒരു ടെഡി ബിയർ ഒക്കെ ആയിട്ടാട്ടോ വന്നേ. ആ ടെഡി ബിയർ സംഭവം എന്ന് പറഞ്ഞാൽ അഫ്സല് കൊടുത്ത ടെഡി ബിയറാണ്. അതെപ്പോഴാണ് കൊടുത്തത്? ഇപ്പോഴൊന്നും കൊടുത്തതല്ല കേട്ടോ, നേരത്തെ മുൻകാമുകൻ നേരത്തെ, അതായത് ഫെബ്രുവരി ടൈമിൽ അങ്ങാണ്ട് മേടിച്ചാണ്. അത് ബിഗ് ബോസിലേക്ക് അയച്ചു കൊടുത്ത സമയത്ത്, അതായത് 1 വീക്ക് 2nd വീക്കൊക്കെ ആയിട്ട് അയച്ചു കൊടുത്തതാണ്. അപ്പോൾ അവരകത്തോട്ട് കയറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പം ഇവിടെ വന്ന സമയത്ത്, ബിഗ് ബോസിനകത്ത് വന്ന സമയത്ത് അവർ കൊടുത്ത് അങ്ങനെ കയറ്റിപ്പോകും. അപ്പോൾ പുറത്തൊരു ന്യൂസൊക്കെ വരുന്നുണ്ട്, ഇന്ന പോലെ ആ സംഭവം അവൻ കൊടുത്തു വിട്ടുകയെന്നുള്ള രീതി. അവൻ ആ പരിപാടി പണ്ടേ നിർത്തിയതാണ്. ഓക്കെ. അപ്പോൾ അതാണ് ടെഡി ബിയർ എൻട്രി. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ മാല, കഴുത്തി കിടക്കുന്ന മാലയെല്ലാം ഊരി, ഗബ്രി കൊടുത്ത മാലയും പിന്നെ അവിടുത്തെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്ത് അദ്ദേഹം മാറ്റി. അത് പിന്നെ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കും, കാരണം ഇവരുടെ നെഗറ്റീവ് മാറ്റിയെടുക്കണം കേട്ടോ. അതുകൊണ്ട് അവരറിഞ്ഞ് അത് ചെയ്തിട്ടുണ്ട്. കാരണം അത് ബാക്കി നാളെ നമുക്ക് കാണാം. നാളെ ഒരുപാട് നല്ല കോണ്ടന്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നാളെ ബിഗ് ബോസിനകത്ത് കാണാം. അപ്പം ഞാൻ സത്യത്തിൽ ഉറങ്ങുന്നില്ല കേട്ടോ രാത്രി. ഇപ്പം ഞാൻ ഈ സമയത്ത് ഒരു 3 മണിക്കൊക്കെ ഞാൻ സാധാരണ കിടന്നുറങ്ങിയ ഉറപ്പാണ് 10 മണിക്ക് എണ്ണിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോഴേ ഞാൻ ഉറങ്ങാതിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിനി അടുത്ത മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് അവർ കുറേ പിന്നെ മാല അഫ്സലും അതും മുൻകാമുകം കൊടുത്തു വിട്ടാന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതൊന്നുമല്ല, അതൊക്കെ നാളെ എപ്പിസോഡിൽ കാണാൻ നിങ്ങൾക്ക്. ഞാൻ VV ചാനലിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അതാണ് കൂടുതലായിട്ട് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം പുള്ളിക്കാണ് കേട്ടോ. അപ്പോൾ പുള്ളി കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ അച്ഛനും ഉമ്മയും ഇന്ന് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ കുറേ ചാനലുകാർ ഇങ്ങനെ പുറകിന് പോകുന്നുണ്ട്. സത്യത്തിൽ അവരുടെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ. എന്തായാലും ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തിനെ ട്രോളിയാണ്, നെഞ്ചുവേദനയുടെ കഥയൊക്കെ പറഞ്ഞറിയാമല്ലോ. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഒരു മോശം ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇന്നത്തെ ആ എയർപോർട്ടിലെ അമ്മയും അച്ഛനും കൂടെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം വന്നായിരുന്നു, സത്യം പറഞ്ഞുതരാം. എന്തോ ഒരു വല്ലാത്തൊരു ഫീല് പോലെ, സഹിക്കാൻ വയ്യ നമുക്ക് ആ ഒരു പോക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ. മനുഷ്യന്മാർക്കുണ്ടാവും ഇത്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ പറയുക, കൂടുതലായിട്ട് ഞാനിനി ജാസ്മിനെ കൊണ്ട് ട്രോളാനായിട്ട് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല, സത്യം പറഞ്ഞില്ല. ഇത് ഗെയിം കളിക്കട്ടെ, നല്ല രീതിയിൽ ഗെയിം കളിച്ച് വരട്ടെ. പിന്നെ തെറ്റാണ്ട് അത് പറയും. പിന്നെ ഞാൻ നേരത്തെ ആക്കി സംസാരിക്കുമായിരുന്നു, ഭയങ്കരമായിട്ട് ആക്കുമായിരുന്നു, നല്ല രീതിയിൽ ആക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ എൻ്റെ ഭാഗത്തെ കാര്യങ്ങൾ ക്ലിയർ ആക്കണമല്ലോ. ഈ ചിലവന്മാർ വിചാരിക്കുന്ന ഏതെങ്കിലും കിഴങ്ങന്മാരെ പേടിച്ചിട്ടാണത്. പിആറിനെയൊക്കെ പട്ടി വില നമ്മൾ കൊടുക്കത്തുള്ളൂ കേട്ടോ. ഫാൻസുകാരും അങ്ങനെയൊക്കെ ഉള്ളവന്മാരെ അമ്പി കാമ്പൂശ്ശേരി ഫാൻസ് ഓത്തമരിയൊക്കെ അത്രേ ഉള്ളൂ. അത് വേറെ കാര്യം. ഫാൻസിൻ്റെ കാര്യം പറഞ്ഞേക്കാണ്. ഇതിൻ്റെ പേര് നീയൊക്കെ പൊങ്കാല ഇട്ടാലും നെവർ മൈൻഡ്. ഓക്കെ. എന്തായാലും എന്താ പറയണ്ടേ. ഓക്കെ. അപ്പം നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ബൈ.